സുപ്രീം കോടതിയുടെ ഒരു വിധി 15 വയസ്സ് കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് വിവാഹിതരാകാം. പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. മുസ്ലിം പെൺകുട്ടികൾക്ക് വിവാഹപ്രായം 15 വയസ്സാക്കാം എന്നുള്ളതാണ് സുപ്രീം കോടതി പറയുന്നത്. വിചിത്ര വിധിയാണ്. ഈ വിധിയെപ്പറ്റി വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഞെട്ടലുണ്ടാകും. 15 വയസ്സെന്ന് പറഞ്ഞാൽ കുട്ടിയല്ലേ സാർ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കുട്ടി 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയല്ലേ, പരമാവധി 9ഓ 10ഓ ക്ലാസ് അതിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ കാര്യമാണ്. കുട്ടിയെ വിവാഹം കഴിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം അബദ്ധജടിലമായിട്ടുള്ള ഒരു വിധിയാണത് എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പുണ്ടായ ഒരു വിധി എന്ന് പറയുന്നത് ഹൈക്കോടതിയുടേതാണ്. ഋതുമതിയായാൽ വിവാഹം കഴിപ്പിക്കാമെന്ന്. ഋതുമതിയാവുന്ന 10 വയസ്സിലൊന്നുമല്ല. ഇപ്പോഴത്തെ ഈ പറയുന്ന ജീവിതശൈലിയുടെ പ്രശ്നങ്ങളെല്ലാം കാരണം 9 വയസ്സിലും 10 വയസ്സിലും ഒക്കെ ഋതുമതിയാവുക കുട്ടി. അപ്പോൾ അത് കുട്ടിയുമല്ല, കുഞ്ഞാണ്. അത് ബാല്യം വിട്ടാത്ത ശൈശവം വിട്ടു വന്ന വളരെ ഈ ഇരുണ്ട ഭൂതകാലത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു വിധിയായിട്ട് ഇതിനെ കണക്കാക്കാൻ കഴിയുള്ളൂ. അങ്ങ് ഇത്തരം വിധികൾ വരാനുള്ള കാരണം എന്താ? എനിക്ക് തോന്നുന്നു ഇതിന് അബദ്ധം പറ്റിയതാണോ ശരിക്കും? പ്രിയൻ്റെ അഭിപ്രായത്തോട് 100% യോജിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ സുപ്രീം കോടതി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ പരമോന്നത കോടതിയാണ്. സുപ്രീം കോടതി ഒരു നിയമം വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് അപ്പീലില്ലല്ലോ. അത് രാജ്യത്തിന് നിയമമായി മാറുകയാണ്. ഇവിടെ അപകടകരവും ആശങ്കാജനകവും എന്ന് മാത്രമേ നമുക്ക് ഈ വിധിയെ പറയാൻ പറ്റുള്ളൂ. ഒന്ന് ഓർത്തു നോക്കി, ഇവിടെ പറഞ്ഞതുപോലെ, ചൂണ്ടിക്കാണിച്ചതുപോലെ, ഈ 15 വയസ്സിനുള്ളിൽ 15 വയസ്സ് കഴിഞ്ഞാൽ വിവാഹം കഴിക്കാമെന്ന് പറയുന്നത് രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തിനെതിരാണ് എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം. പ്രായപൂർത്തി എന്ന് രാജ്യം അംഗീകരിച്ചിട്ടുള്ള, നിയമപ്രകാരം അംഗീകരിച്ചിട്ടുള്ള പെൺകുട്ടികൾക്ക് 18 വയസ്സും ആൺകുട്ടികൾക്ക് 21 വയസ്സും എന്നുള്ള ഒരു പ്രായപരിധിയുണ്ട്. അത് രാജ്യം അംഗീകരിച്ച് ഇരിക്കുന്നതാണ്. അതേ അവസ്ഥയിൽ മുസ്ലിം വ്യക്തി നിയമത്തിലെ ഒരു വകുപ്പ് 195 വകുപ്പ് എടുത്താണ് ഇത് അനുകൂലിച്ചിരിക്കുന്നത് സുപ്രീം കോടതി. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ വിധി തള്ളിക്കൊണ്ടാണ് അല്ലേ. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ വിധിക്കെതിരെ ഈ ദേശീയ ബാലാവകാശ കമ്മീഷനാണ് സുപ്രീം കോടതിയെ സമീപിച്ചെന്ന് നോക്കണം. എന്നിട്ട് അതിനെപ്പോലും സുപ്രീം കോടതി പരിഹസിച്ച് തള്ളുകയാണ് ചെയ്യുന്നത്. ബാലാവകാശ കമ്മീഷന് ഇതിനകത്ത് എന്ത് കാര്യമെന്നാണ് സുപ്രീം കോടതി ജസ്റ്റിസ് നാഗരത്ന, ജസ്റ്റിസ് മഹാദേവൻ, ഇവരെ രണ്ടുപേരും അടങ്ങുന്ന ബെഞ്ചാണ് ഇത് വിധിച്ചിരിക്കുന്നത്. പ്രിയങ്ക കനുങ്കോ, ഇതാണ് ഈ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ. അവരിത് കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. കാരണം എങ്ങനെയാണ് നമുക്ക് ഈ ഒരു വിധി അംഗീകരിക്കാൻ കഴിയുന്നു? ഹൈക്കോടതിയിൽ ഇത് ചെയ്തു 15 വയസ്സുള്ള ഒരു കുട്ടി വിവാഹിതയാകുന്നു എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതു സിവിൽ കോഡിൻ്റെ ആവശ്യകതയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നതെന്ന് വേണം നമ്മൾ ധരിക്കാൻ. കൃത്യമായും അങ്ങനെ വേണം ധരിക്കാൻ. കാരണം രാജ്യത്ത് നിയമം ഒന്ന് ഉണ്ടാകാൻ പാടുള്ളല്ലോ. ഈ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പുള്ള ഈ ഈ സെക്സ്, അല്ലെങ്കിൽ അത് പോക്സോ കേസിന് വഴിവെക്കാമെന്ന് 2012 സുപ്രീം കോടതി തന്നെ വിധിച്ചിട്ടുണ്ട്. 2012 സുപ്രീം കോടതി അതെ, അങ്ങനെ തന്നെ ഒരു നിയമം സുപ്രീം കോടതിയുടെ വിധി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ വിധി പറയുന്ന കാര്യത്തിലും ചില കാര്യങ്ങളിൽ സുപ്രീം കോടതി ജഡ്ജിമാരുടെ എന്ത് തരത്തിലുള്ള ഒരു ബയാസ്റ്റ് വരുന്നത് പോലെ നമുക്ക് തോന്നുന്നു. അപ്പോൾ എനിക്ക് അതിൽ ഏറ്റവും അതിശയകരമായി തോന്നിയത്, നമ്മൾ ഈ സുപ്രീം കോടതി വിധിയുടെ പല വിധികളെയും, അനുകൂലമല്ലാത്ത പല വിധികളെയും വിമർശിക്കുന്ന നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. ചില രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ നേതാക്കന്മാർ സുപ്രീം കോടതിക്ക് തങ്ങൾക്ക് അനുകൂലമല്ലാത്ത ഏതെങ്കിലും ഒരു വിധി വന്നു കഴിഞ്ഞാൽ ഉടൻ ചാടി വീഴുന്ന ചിലരുണ്ട്. അവരാരും ഇതിനെപ്പറ്റി പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. കാരണം ഇത് മുസ്ലിം വ്യക്തി നിയമത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഉള്ള ഒരു വിധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതാണ്. മുസ്ലിം വ്യക്തി നിയമം എന്ന് പറയുന്നത് ആണ് പാലിക്കേണ്ടതെന്ന് കോടതി തന്നെ വിധിച്ചു കഴിഞ്ഞാൽ, മുസ്ലിങ്ങൾക്ക് അതാണ് ബാധകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൃഷ്ടിക്കുന്ന ഒരു ദോഷം എത്ര വലുതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ലോകം മുമ്പോട്ടല്ലേ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പൊതുവെ പെൺകുട്ടികളൊക്കെ വിവാഹത്തിന് സത്യത്തിൽ വിവാഹം പോലും വേണ്ടെന്ന് വെക്കുന്ന കുട്ടികളുടെ ഒരു വിഭാഗം വർദ്ധിച്ചു വരികയാണ്. അതായത് സെൽഫ് സഫീഷ്യൻ്റ് ആകാതെ, സ്വന്തമായി ജോലി കണ്ടെത്താതെ, സ്വന്തമായി വരുമാനം ഉണ്ടാകാതെ വിവാഹം കഴിക്കാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കുന്ന പെൺകുട്ടികളാണ് ഈ രാജ്യത്തുടനീളം ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ പെൺകുട്ടികളുടെ വിവാഹം നീണ്ടുപോകുന്നതിൽ ആശങ്കയുള്ള ഒത്തിരി മാതാപിതാക്കളാണ് പൊതുവേ നമ്മുടെ രാജ്യത്തുള്ളത്. അവരുടെ വിവാഹം വല്ലാതെ നീണ്ടുപോകുന്നുള്ളതാണ്. 25ഉം 30ഉം വയസ്സിലൊക്കെ വിവാഹം കഴിക്കുന്ന പെൺകുട്ടികളെന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് വലിയ പുതുമയല്ല. വളരെ പണ്ടായിരുന്നു നമ്മുടെ രാജ്യത്ത് ഈ ബാല്യവിവാഹം, ശൈശവ വിവാഹം. അങ്ങനെ നിന്നിരുന്ന ഒത്തിരി ആചാരങ്ങളെ നമ്മൾ മാറ്റിക്കൊണ്ടല്ലേ, വേണ്ടാത്ത ഒത്തിരി ആചാരങ്ങൾ. ശൈശവ വിവാഹം ഉണ്ടായിരുന്നല്ലോ നമ്മുടെ നാട്ടിൽ തന്നെ. വിവാഹം എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ചില സമുദായങ്ങൾക്കിടയിൽ, സവർണ്ണ സമുദായങ്ങൾക്കിടയിൽ തന്നെ വിവാഹം എന്ന് പറയുന്നത് വെറും ഒരു പുടവ കൊട എന്നൊക്കെ പറഞ്ഞ് മാറ്റിയിരുന്നില്ല. കൊച്ചുകുട്ടികൾക്ക് ഏതെങ്കിലും വളരെ പ്രായമായ ഒരാളെ കൊണ്ടുവന്ന് ഇത്ര വയസ്സിനുള്ളിൽ പുടവ കൊടുത്തിരിക്കണം എന്ന് പറയുന്നത് പോലെയുള്ള ഒരു ദുരാചാരം ഉണ്ടായിരുന്നു. പുടവ കൊടുത്തിട്ട് അവരങ്ങ് പോകുന്നു. പിന്നെ അതല്ലാതെ ഒരു സമുദായത്തിൽപ്പെട്ട വളരെ പ്രായം കുറഞ്ഞ ആൾക്കാരെ വളരെ പ്രായം കൂടിയ ഒരു വിവാഹം കഴിക്കുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ പൊരുതിയും അല്ലെങ്കിൽ പഠിച്ചും പരിഷ്കാരങ്ങൾ ഉൾക്കൊണ്ടുമൊക്കെ മാറ്റുക ചെയ്തത്. അപ്പോഴാണ് ഇവിടെ ഈ തിരികെ നടക്കുന്ന ഒരു വിധി ഇത്തരത്തിൽ
രൂപപ്പെട്ടു വരുന്നു എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പൊതു സിവിൽ കോഡിൻ്റെ അഭാവമാണ് ഈ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഞാൻ നേരത്തെ വീണ്ടും ആവർത്തിക്കുകയാണ്, പല പുരോഗമന രാഷ്ട്രീയ കക്ഷികളും ഇത്തരം കാര്യങ്ങളിൽ എടുക്കുന്ന നിലപാടെന്ന് പറയുന്നത് എന്താണ് നമുക്ക് മനസ്സിലാകുന്നില്ല. രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം ഏവർക്കും ഒരുപോലെ ആവണം എന്നുള്ളതിനെ എന്തിനാണ് എതിർക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. എന്ന് മാത്രമല്ല, ഈ താങ്കൾ ചൂണ്ടിക്കാണിച്ച വളരെ പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട്. കാരണം നേരത്തെ ഋതുമതികളാകുന്നു എന്ന് പറഞ്ഞാൽ അതിപ്പം കുട്ടികളാണ്. നമുക്കറിയാം 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളെന്ന് പറയുന്നവർ അവരൊക്കെ എന്തായി പറയുന്നത് ഋതുമതികളാകുന്ന ഒരു കാലമാണിത്. കാരണം അത് ഈ ഭക്ഷണക്രമം, ഭക്ഷണ രീതികൾ, ജീവിത സൗകര്യങ്ങളുടെ വർധന, ഇങ്ങനെ കുറേയേറെ കാര്യങ്ങളുണ്ട്. നമ്മൾ കാണുന്നതിനപ്പുറമുള്ള കാര്യങ്ങളും ഉണ്ടാകാം. അങ്ങനെയാണ് ജൈവ രീതികൾ അനുസരിച്ച് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് മാത്രമാണ് വിവാഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മാനദണ്ഡം എന്ന് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുണ്ടാകുന്ന അപകടങ്ങൾ വേറെയാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 18 വയസ്സ് ഒക്കെ ആൺകുട്ടികളൊക്കെ സംബന്ധിച്ചിടത്തോളം, കൗമാരപ്രായക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മുമ്പോട്ടൊത്തിരി പോകുന്നു എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്ന സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന പൊല്ലാപ്പുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ ആർക്കെ ഉന്നത രാഷ്ട്രീയ നേതാക്കന്മാർ വരെ പെടുന്ന വിവാദങ്ങൾ നമ്മൾ കാണുന്നില്ല. ഇവിടെയൊക്കെ കൊച്ചു കുട്ടികളടക്കമുള്ള സ്കൂൾ വിദ്യാർത്ഥികളടക്കം അല്ലെങ്കിൽ കോളേജ് കലാലയങ്ങളിലൊക്കെ കയറുന്ന വിദ്യാർത്ഥികളടക്കമുള്ളവരെ ഉണ്ടാക്കുന്ന അവരുടെ ബന്ധങ്ങളിൽ കൂടി ഉണ്ടാക്കുന്ന ശാരീരിക ബന്ധങ്ങൾ, അതിനെ സംബന്ധിച്ച് ഉണ്ടാകുന്ന പരാതികൾ, അത് കോടതിയിൽ പരാതികളായി എത്തുന്നു. ഇപ്പോൾ എത്രയെത്ര പരാതികളാണ് നമ്മുടെ പ്രമുഖന്മാരായ രാഷ്ട്രീയ നേതാക്കളെ പറ്റി, കലാകാരന്മാരെ പറ്റി, പിന്നെ കലാകാരന്മാരാണെന്ന് നടിക്കുന്ന അഭിനവ കലാകാരന്മാരെ പറ്റി ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയല്ലേ ഇത്തരം കാര്യങ്ങൾ. ഇതൊക്കെ പക്വമായ ഒരു പ്രായം. വിവാഹം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നിരിക്കെ ജീവിതം നമ്മളെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിലെ നമ്മുടെ ചിന്താഗതി അനുസരിച്ച്, നമ്മുടെ ചിന്താപദ്ധതി അനുസരിച്ച് അങ്ങനെ തന്നെയാണ്. വിവാഹം ഒരു ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പൊതുവെ ഒരു വിവാഹമേ കഴിക്കാവൂ എന്നൊക്കെ നമ്മൾ പറയാറില്ല. വിവാഹം ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് വിവാഹം ആഡംബരമായി നടത്തുന്നു എന്നൊക്കെ ആഡംബര വിവാഹം നടത്തുന്നവർ ന്യായീകരിക്കാറില്ല. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് തന്നെയല്ല, അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കൂടിച്ചേരലാണ്. അത് ഒരു പുതിയ സമൂഹ സൃഷ്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണ്. ജൈവപരമായ പ്രക്രിയയാണ്, ഒരു സാമൂഹ്യപരമായ ബാധ്യതയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് കൃത്യവും പക്വവുമായ പ്രായത്തിലല്ലാതെ എങ്ങനെ അത് ചെയ്യാൻ കഴിയും? ഇപ്പം പറഞ്ഞതുപോലെ നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ വിവാഹം കഴിക്കുക. ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്തിൽ ഒത്തിരി കാര്യങ്ങൾ അറിയാനില്ലേ? ഒരുപാട് വിജ്ഞാന വിസ്ഫോടനം നടക്കുന്ന ഒരു കാലഘട്ടമല്ലേ? ഇവിടെ നമ്മൾ മുമ്പോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടല്ലേ നമ്മൾ ഒരു നിലയിലെത്തുന്നത്, അല്ലെങ്കിൽ ഒരു പഠനം പൂർത്തിയാകുന്നത്. ചെറിയ ഒരു കാലത്തെ പോലെ അല്ലല്ലോ. വിദ്യാഭ്യാസം അവസാനിപ്പിക്കാനല്ലോ ഒരുത്തരും ചെയ്യുന്നത്. ഇവിടെ പെൺകുട്ടികൾ മുഴുവൻ വിദ്യാഭ്യാസം ചെയ്യുന്നുണ്ടല്ലോ. അത് കേവലമായ ഒരു മദ്രസ പഠനത്തിലോ ഒക്കെ മാത്രം ഒതുക്കി നിർത്താനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വിവിധ വിദ്യാഭ്യാസ ശാഖകളിൽ ഏതെങ്കിലും ഒരു ബിരുദം എടുക്കാനോ അല്ലെങ്കിൽ ഒരു ബിരുദാനന്തര ബിരുദം എടുക്കാനോ ഒക്കെ ഉള്ള ഒരു സമയമെന്ന് പറയുന്നത് എത്രയാണ് 10, 20 വയസ്സ് 22 വയസ്സൊക്കെ ആകാതെ കഴിയില്ലല്ലോ. അത് കഴിഞ്ഞല്ലേ ജോലിയെപ്പറ്റി അന്വേഷിക്കാൻ പറ്റൂ. സെൽഫ് സഫീഷ്യൻ്റ് ആകാതെ പറ്റത്തില്ലല്ലോ. സ്ത്രീക്കും പുരുഷനും തുല്യാവകാശം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത്? ഇത് സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതി വിധി എങ്ങനെ വിമർശിക്കും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇത് ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടതാണ്. സുപ്രീം കോടതി ഇതൊരു അബദ്ധമാണ് ചെയ്തിരിക്കുന്നത്. ഇത് പ്രധാനമായുള്ളത് ഇതൊരു പൊതു സിവിൽ കോഡിലേക്ക് വിരൽ ചൂണ്ടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ഇതിനെതിരെ അഭിപ്രായ രൂപീകരണത്തിന് പുരോഗമനപരമായി ചിന്തിക്കുന്നതെന്ന് അവകാശപ്പെടുന്നവരടക്കം മുമ്പോട്ട് വരേണ്ടതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.